ഹലോ, അസ്സലാമലൈക്കും. എന്തായി വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ തന്നെ നമ്മളെ പിരിക്കുന്ന പുതപ്പെല്ലാം നനച്ചിടുകയാണ് ഉമ്മ ചെയ്തത്. അതിനുശേഷം നമ്മളുടെ വീട് മൊത്തം നനച്ച് കുളിപ്പിച്ചു കേട്ടോ. വീടെല്ലാം ആദ്യം ബാക്കി വെച്ച ജനലിലെല്ലാം വെള്ളം ഒഴിക്കുകയാണ്. പൈപ്പ് അടിച്ചിട്ടാണ് കഴുകുന്നത്. നല്ല പാൻ ചേറ് പോകാൻ വേണ്ടിയിട്ട് ജനലിലെല്ലാം വെള്ളം അടിച്ച് കഴുകി. പിന്നെ റൂം ഫുള്ള് വൃത്തിയാക്കി അവിടെ തുടച്ചു. അവിടുത്തെ ചേറെല്ലാം കഴുകുകയാണ്. എന്നിട്ട് അത് വെള്ളം കുറച്ച് സർപ്പെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർപ്പം വെള്ളമാണ് വരുന്നത്. എന്നിട്ട് വടിയോട് വെളിച്ചെടുക്കുകയാണ് വെള്ളം. എന്നിട്ട് നന്നായി ചേറുള്ള ഭാഗത്തെല്ലാം നല്ല പാങ്ങ ഒരച്ചിട്ട് ചേറെല്ലാം പൊയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ മാമാൻ്റെ റൂമാണ് കേട്ടോ ഇത്. മാമ എല്ലാ കൊല്ലവും മേശയും കട്ടിലെല്ലാം കൗവിക്കും. അങ്ങനെ കൗവിയാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ അവിടുന്ന് ഉമ്മാക്ക് മാത്രമേ അവിടുന്ന് വെള്ളം കൊണ്ടുവരാൻ പറ്റൂ. ഉമ്മ മാത്രമേ അവിടുന്ന് ആ റൂമിൽ നിന്ന് വെള്ളം കൊണ്ടുവരല്ലോ, മാമാൻ്റെ റൂമിൽ നിന്ന്. അങ്ങനെ നമ്മൾ പുറത്തു നിന്നാണ് വെള്ളം പൊയ്ക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ എന്നെ ജ്യൂസാക്കാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസാക്കുകയാണ്. ബത്തക്ക ഉണ്ടായിരുന്നു. ഒരു ബത്തക്ക പീസാക്കിയിട്ട് ബത്തക്ക ജ്യൂസാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇടയിൽ ആദ്യം തന്നെ ഉണ്ടാക്കിയാൽ ക്ഷീണം വരുമ്പോൾ എടുത്ത് കുടിക്കാമല്ലോ, അതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളെ കൊട്ടിലത്തെ ഒരു റൂമിലാണ് ഇത്. വേറെ ജനലിലാണ് ഇത് കഴുകുന്നത്, വേറെ റൂമിലത്തെ. എന്നിട്ട് അവിടെയും മേശ ഉണ്ടായിരുന്നു. ആ മേശയും കഴുകി. അതിൽ കുറച്ച് ചളിയെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫുള്ളും ജനലെല്ലാം തുറന്നിട്ടിട്ട് നല്ല കഴുകി എടുക്കുകയാണ് ജനലെല്ലാം. നീലത്തെ പാടും ചേറും എല്ലാം കാല് അരിച്ചിട്ട് തേക്കുകയാണ് കേട്ടോ. കുറച്ച് സർപ്പുകൾ ഇട്ടിട്ട്. അങ്ങനെ നമ്മളെ ലിവിങ് റൂമിലത്തെ വിൻഡോയും കഴുകാൻ പോവുകയാണ്. വാഷിംഗ് ഇൻ ദ ലിവിങ് റൂം വിൻഡോ ഓൺ ദ പൈപ്പ്. ഇത് നേരത്തെ കഴുകിയ റൂമിൽ നിന്ന് വെള്ളം കൊണ്ടുപോവുകയാണ്. അവിടെ നല്ലോണം ചേറെല്ലാം ഉണ്ടായിരുന്നു. നന്നായി തുടച്ചിട്ട് കൊണ്ടുവരികയാണ്. അത് നന്നായി വെള്ളമെല്ലാം എടുത്തു ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മീറ്റത്തെ സ്റ്റെപ്സ് എല്ലാം നന്നായി കഴുകി സ്റ്റെപ്പിലെല്ലാം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അവിടുത്തെ ചേറെല്ലാം തുടച്ച് കഴിഞ്ഞു. അപ്പം എല്ലാം നന്നായി ക്ലീൻ ആക്കി കേട്ടോ. അപ്പോൾ എത്ര ആൾ നോമ്പിന് മുന്നേ ക്ലീൻ ആക്കാറുണ്ട്? കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇത് ഞങ്ങളെ റൂമാണ്. ഞങ്ങളെ റൂമിൽ ജനലിലെല്ലാം വെള്ളം ഒഴിക്കുകയാണ്. ഇത് അവിടെ ഉണ്ടായ ചേറെല്ലാം നന്നായി പൊയ്ക്കാൻ വേണ്ടി കമ്പി വെച്ചിട്ടാണ് ഞങ്ങൾ ചേറ് പൊയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയനെ വെള്ളം വലിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഗായ്സ്. അപ്പം വെള്ളമെല്ലാം അടിച്ചു വിറ്റാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകിയ റൂമാണ് ഇത്. അവിടെ നല്ല ഭാഗം ഉണക്കിയ ശേഷം കൊട്ടിലപ്പുറത്തെ കസാലയും സോഫയും എല്ലാം ആ റൂമിലേക്ക് ഇട്ടുകയാണ് ചെയ്തത്. അപ്പോൾ പൈപ്പ് അടിച്ചിട്ട് ഫുള്ളും ചേറും എല്ലാമാണ്. അപ്പം അനിയന് വീഡിയോ എടുക്കാൻ മാത്രം ഒരു 2-3 വട്ടം വലിച്ചിരുന്നു കേട്ടോ വെള്ളം. പിന്നെ ആരെന്ന് ഞാൻ അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറയുന്നുണ്ട്.
ഇനി ഇതെല്ലാം കേട്ടോ, ഇങ്ങനെല്ലാം നമ്മൾ വീട്. കുറച്ച് ചേറെല്ലാം ഉണ്ട്, അതെല്ലാവരും കഴുകുമ്പോഴെല്ലാം ചേറെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളെ എഡേ റൂമിൽ മേശ ഉണ്ടായിരുന്നു. ആ മേശ കഴുകുകയാണ് ചെയ്യുന്നത്. അവിടെ മരത്തിൻ്റെ മേശയാണുള്ളത്. അപ്പോൾ അവിടെ നന്നായി തുടച്ച് കഴുകിയിട്ടോ, വെള്ളം ഒഴിച്ചിട്ട് അല്ലാതെ ചേറുണ്ടായിരുന്നിട്ട് അതിൻ്റെ എല്ലാം കഴുകിയെടുത്തു. ഇതിനിടയിൽ ചില്ലിൻ്റെ മേശയും കഴുകിയിരുന്നു. കൊട്ടിലപ്പുറത്തെ ചില്ലിൻ്റെ മേശയും കഴുകിയിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് കേട്ടോ ചില്ലിൻ്റെ മേശ. പിന്നെ വരാന്ത കഴുകാൻ കഴിഞ്ഞു. ഉള്ളിലത്തെ എല്ലാ പണികളും കഴിഞ്ഞു. അപ്പോൾ വരാന്ത കഴുകാൻ വരാന്തയിൽ ചേറെല്ലാം അടിച്ച് മറിച്ചിട്ട് വെള്ളമെല്ലാം മറിച്ചു, ചേറും വെള്ളമെല്ലാം ആയിട്ട് നന്നായിട്ട് അതിൽ കഴുകലാണ്. പിന്നെ കസാലെല്ലാം തോർത്തി ചണ്ടി തുണിയോട് തോർത്തി എടുത്തേക്കുകയാണ്. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് പോയി, കിച്ചണ് കഴുകാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജ് ആണ് പണി തുടങ്ങുന്നത്. ഫ്രിഡ്ജിലത്തെ സാധനം എല്ലാം പുറത്ത് മേശയിലേക്ക് തട്ടി അത് നന്നായിട്ട് അവിടെ ഉണ്ടായ ഓർഗനൈസറെല്ലാം കഴുകാൻ വേണ്ടി ഇട്ടു. ഞാൻ ഇത് അതിനുശേഷം നന്നായിട്ട് ഫ്രിഡ്ജെല്ലാം നല്ല ചോറെല്ലാം അരിച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. പൈപ്പും വെള്ളമെല്ലാം അടിച്ചിട്ട് നന്നായി കഴുകിയെടുത്തു. പിന്നെ പ്ലേറ്റും ഗ്ലാസ്സും എല്ലാം കഴുകി സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ് നിങ്ങൾ കാണുന്നത്. പ്ലേറ്റും എല്ലാം വേസ്റ്റ് ബാഷനിലിട്ട് കഴുകിയാണ് വൃത്തിയാക്കി വെക്കുന്നു. പിന്നെ നമ്മൾ സ്റ്റോർ റൂമും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. സ്റ്റോർ റൂമിൽ സാധനം സൂക്ഷിക്കുന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അതിന് ശേഷം ഫ്രിഡ്ജിലത്തെ എല്ലാ ഓർഗനൈസറും വെക്കാൻ തുടങ്ങി, അതിൻ്റെ സാധനമെല്ലാം വെക്കാൻ വേണ്ടി. ഫ്രിഡ്ജ് കഴുകിയ ശേഷം നമ്മൾ ഫ്രിഡ്ജ് മാറ്റാൻ ഉദ്ദേശിച്ചു. അങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത്, വേറെ സ്ഥലത്ത് വെക്കുകയാണ്. അപ്പോൾ വെച്ച ശേഷം നിങ്ങൾക്ക് കാണാം കേട്ടോ ഫ്രിഡ്ജ് എവിടെയാണ് വെച്ചതെന്ന്. അപ്പോൾ നമ്മൾ സ്റ്റോർ റൂമിലേക്കാണ് ഫ്രിഡ്ജ് മാറ്റിയിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് സാധനമെല്ലാം വെക്കാൻ തുടങ്ങി. അതിനുശേഷം ബാത്റൂം വൃത്തിയാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ബാത്റൂം വൃത്തിയാക്കി ടൈൽസെല്ലാം നന്നായിട്ട് സർപ്പിട്ടിട്ട് നന്നായിട്ട് തുടച്ചു. അതിനുശേഷം വെള്ളം ഒഴിച്ച് മനോഹരമാക്കി. അതുപോലെ തന്നെ ചുമരിലെ ടൈൽസിനും സർപ്പിട്ടിട്ട് നന്നായിട്ട് അരച്ച് പതയുണ്ടാക്കി. ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തു, അതിനും വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ അനിയൻ്റെ ഡ്രസ്സെല്ലാം മോശം ഇങ്ങനെ അടുക്കും ചിട്ടിലും ഇല്ലാതെയാണ് കടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേണ്ട ഡ്രസ്സെല്ലാം മടക്കി വെക്കുകയാണ്. ബാസ്ക്കറ്റിലാണ് മടക്കി വെക്കുന്നത്. ആ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്.
അതിനുശേഷം രാത്രിയൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്ന് പാർസലാണ് വാങ്ങിയിട്ടുള്ളത്. ഗ്രില്ലും പൊറോട്ടയാണ് വാങ്ങിയിട്ടുള്ളത്. അതാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ കൂടെ കുബൂസ് ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും.